ഇവിടെ അമ്മേരെ കഴിഞ്ഞ് പോകണോ? അമ്മേടെ കഴിഞ്ഞ് പോവാണ്. ഞാൻ കുറേ നേരമായി വന്നിട്ട് ഭയങ്കര ബ്ലോക്കാണ്. എല്ലാവരും എല്ലാ ഗവൺമെന്റും ഇത് ശരിയാക്കണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അമ്മയുടെ വിജയം എങ്ങനെയുണ്ട്? അമ്മയുടെ വിജയം എല്ലാവർക്കും വിജയ. പിന്നെ വനിതകള് തലപ്പത്തിന്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും ജയിക്കുന്നതല്ലേ. താങ്ക് യു. അപ്പോൾ സുജി അപ്പോൾ കണ്ടില്ലേ, നമ്മളെ സിനിമാ താരമാണ് കടന്നു പോയത്. അദ്ദേഹം ഏകദേശം 1.5 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട് കടന്നു വരുന്നതാണ്. അതാണ് സിനിമാ താരം ബ്ലോക്കിൽപ്പെടുന്നു, സാധാരണക്കാരനും ബ്ലോക്കിൽപ്പെടുന്നു. ബ്ലോക്കും കുഴിയും ഒക്കെ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ, അത് ആരായാലും. ജെയ്സൺ, ഞാനിന്ന് നമ്മുടെ ശ്യാം ദേവരാജിലേക്ക് പോവുകയാണ്. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിങ്. ഈ കുഴി കിടക്കുന്നത് കണ്ടാൽ, ക്ഷമിക്കണം, ഈ റോഡ് കിടക്കുന്നത് കണ്ടപ്പോൾ കുഴി എന്നാണ് ആദ്യം പറയാൻ തോന്നിയത്. ഈ കുഴിഞ്ഞു കിടക്കുന്ന റോഡ് കണ്ടാൽ ഇതിനാണല്ലോ ഇത്രയും കാലം ടോൾ ഇങ്ങനെ പിരിച്ച് ഊറ്റിയെടുത്തുകൊണ്ടിരുന്നത് എന്ന് ആരായാലും ചോദിച്ചു പോകില്ലേ? ഇപ്പോൾ ജാഫർ ഇടുക്കിയും ക്യൂവിൽ കിടന്നു വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കോടതി കൃത്യമായി പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഇതിലൊരു നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ദേശീയപാത അതോറിറ്റി യഥാർത്ഥത്തിൽ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് ആദ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. അതിന്മേൽ അപ്പീൽ പോകുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് പറയുന്നത് നിങ്ങൾ എത്രയും വേഗം ഗതാഗത കുരുക്ക് പരിഹരിക്കൂ എന്നതാണ്. കാരണം ദേശീയപാത അതോറിറ്റി ഇന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ മാത്രമല്ല ഇതിന്മേൽ വിമർശനം കേട്ടു തുടങ്ങിയത്. 2020 ഹൈക്കോടതിയിൽ പൊതുപ്രവർത്തകനായ ഷാജി ജെ കോടംകണ്ടത്താണ് ഒരു പൊതുതാൽപര്യ ഹർജി നൽകുന്നത്. അതിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ആംബുലൻസ് കടന്നു പോകാൻ കഴിയാതെ എങ്ങനെയാണ് ആ പാതയിലൂടെ പോകുന്നത് എന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ നീണ്ട നിര, അത് ആംബുലൻസുകൾ കടന്നു പോകുമ്പോഴടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അവിടെ തുടരുകയാണ്, ഒരു പരിഹാരമില്ലാതെ കിടക്കുകയാണ്. കാരണം പല വലിപ്പത്തിലുള്ള പല വാഹനങ്ങൾ, ഒരു ലൈൻ ട്രാഫിക് ഒന്നും അല്ല അവിടെ ഉള്ളത് എന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ കൃത്യമായ സംവിധാനങ്ങളില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ NHAI കൃത്യമായ ഒരു ആക്ഷൻ എടുക്കുന്നില്ല? ശ്യാം, സുജയ പാർവതി, ഇക്കാര്യത്തിൽ NHAIയുടെ ഭാഗത്ത് നിന്ന് അടിമുടി അനാസ്ഥയുണ്ട്, അല്ലെങ്കിൽ വലിയ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നത് നേരത്തെ ഹൈക്കോടതി തന്നെ പലവട്ടം ആവർത്തിച്ച് വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. അതിന്മേലാണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് പാടില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ അതിനെതിരെയാണ് ദേശീയപാത അതോറിറ്റി അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. പക്ഷേ ആ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിന്മേലൊരു സ്റ്റേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. സ്റ്റേ ഇല്ല. മാത്രമല്ല കടുത്ത വിമർശനം അവിടെ നിന്ന് ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്നടക്കം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ചീഫ് ജസ്റ്റിസ് ഇതുവഴി ഈ പാതയിലൂടെ, ദേശീയപാതയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, ആ ഗതാഗത കുരുക്കിൽ പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുവഴിയുള്ള സാധാരണക്കാരുടെ ബുദ്ധിമുട്ടറിയാം. അങ്ങനെ ബുദ്ധിമുട്ട് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ദേശീയപാത അതോറിറ്റി ഇവിടെ ടോൾ പിരിവ് നടത്തുന്നത്. ആ ടോൾ പിരിവാണ് ഹൈക്കോടതി തടഞ്ഞത്. അതിന്മേൽ ഇടപെടാൻ ഇന്നലെ സുപ്രീം കോടതി തയ്യാറാകുന്നില്ല. മാത്രമല്ല ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ സേവനം നൽകാതെ എന്തിന് പിരിവ് നടത്തുന്നു എന്നതാണ് ആദ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. അതേ ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് BR ഗവായി തന്നെ ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ ആ ബെഞ്ചിലെ അംഗമാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം എറണാകുളത്തും പാലക്കാടുമായി യാത്ര ചെയ്യുന്ന ആളാണ്. ഈ ദേശീയപാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ദേശീയപാതയിൽ പാലിയക്കരയിലെയും ഇടപ്പള്ളി മണ്ണൂത്തിൻ ദേശീയപാതയിലെയും ഒക്കെ അവസ്ഥ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു കുപ്പിക്കഴുത്ത് പോലെയാണ് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാത എന്നാണ് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ ഉയർത്തിയ ആക്ഷേപം. മാത്രമല്ല നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്, ഇന്നലത്തെ ഈ ഏറ്റവും ഒടുവിലെ ദൃശ്യങ്ങളിൽ കണ്ടത് ദിവസങ്ങൾക്ക് മുമ്പേ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ കണ്ടു. അത് ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയുന്നില്ല. അത്ര ഗൗരവതരമായ കാര്യമാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ്. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ല എന്നതാണ് സുപ്രീം കോടതി തന്നെ ഉയർത്തുന്ന മറ്റൊരു ആക്ഷേപം. ദേശീയപാതയിലെ സർവീസ് റോഡുകളെങ്കിലും മെച്ചപ്പെടുത്തണ്ടേ? അത്തരമൊരു കാര്യം പോലും ഉണ്ടായിട്ടില്ല എന്ന് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, രാവിലെ 7 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ഉച്ച കഴിഞ്ഞാൽ പോലും എത്തേണ്ടിടത്ത് എത്താൻ, ഈ ഗതാഗത കുരുക്ക് കഴിഞ്ഞ് അവിടേക്ക് എത്താൻ കഴിയില്ല എന്ന വിമർശനവും കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്മേൽ ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായത് സോളിസിറ്റർ ജനറലാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് അങ്ങേക്ക് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രന് ഈ പാതയെപ്പറ്റി നന്നായി അറിവുണ്ടല്ലോ എന്ന കാര്യമാണ്. അതാണ്. മാത്രമല്ല ഹൈക്കോടതിയും ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചോദിച്ചത് 2 ആഴ്ച മുന്നാണ്. ഹൈക്കോടതി ചോദിച്ചത് ഈ കുഴിയൊന്നും എഞ്ചിനീയർമാർ കാണുന്നില്ല എന്നാണ്. നിങ്ങളുടെയൊക്കെ കണ്ണ് പൊട്ടക്കണ്ണാണോ എന്ന് വരെ കോടതിക്ക് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇനിയും കാണുന്നില്ലെങ്കിൽ ദാ നോക്കൂ, ആ കുഴിയുടെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ ആകാശ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ അധികൃതരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. കോടതി ചോദിച്ചു, ഇനിയെങ്കിലും ഇതൊരു
ഇതിലൊരു പരിഹാരം ഉണ്ടാകണം. കാരണം നമ്മൾ ടോളൊക്കെ കൊടുത്ത് യാത്ര ചെയ്തിട്ടില്ലാത്ത ആരും ഉണ്ടാകില്ല പാലിയേക്കർ വഴി. അതിനുശേഷവും ആ വഴി കിടക്കുന്നത്, ഒരു ആംബുലൻസ് ഒക്കെ കടന്നു പോകുന്നത് ഞെരുങ്ങിയാണ്. ഈ വിഷയത്തിൽ നമ്മൾ ഇനിയും ഇടപെടും. കാരണം ഇത് എല്ലാ ജനങ്ങളെയും, അതുവഴി കടന്നു പോകുന്ന മനുഷ്യരെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അക്കാര്യത്തിൽ നടപടി അടിയന്തരമായി തന്നെ ഉണ്ടാകണം.